പുതുതായി നമ്മൾ മേടിച്ച മൺചട്ടി കറി വയ്ക്കുന്നതിന് മുമ്പ് മയക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. അത് വളരെ നാൾ ഈട് നിൽക്കാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. രണ്ട് രീതിയിൽ നമുക്കത് മയക്കിയെടുക്കാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഇതുപോലത്തെ ചട്ടിയിൽ വെളിച്ചെണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഇപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് തേച്ചിരിക്കുന്നത്. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മാറ്റി വയ്ക്കുക. അത് നന്നായിട്ട് ഉണങ്ങി വരുന്നത് വരെ മൺചട്ടി മാറ്റി വയ്ക്കുക. നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് രണ്ടാമതും അതേ രീതിയിൽ എണ്ണ നന്നായിട്ട് തേച്ച് മാറ്റി വയ്ക്കുക. ഇപ്പോൾ തേക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ രീതിയിലും ഏകദേശം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇപ്രാവശ്യം തേച്ച് പിടിപ്പിക്കുമ്പം അകവശത്തും തേക്കുന്നത് പോലെ തന്നെ പുറകുവശത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നത് വരെ മാറ്റി വയ്ക്കും. ഇതിൽ വേറെ രീതികളിതൊന്നും ഇല്ല. എണ്ണ തേക്കുക, മാറ്റി വയ്ക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇപ്പം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ പാത്രം കഴുകുന്നത് പോലെ സോപ്പ് പൊടിയോ സോപ്പ് വെള്ളമോ ഉപയോഗിച്ച്, ഇപ്പം സ്കോച്ച് ബ്രൈറ്റാണ് എടുത്തിരിക്കുന്നത്, നന്നായിട്ട് തേച്ച്, ഇത് കറുത്ത ചട്ടി ആയതുകൊണ്ട് കറുത്ത കളറ് നന്നായിട്ട് വരും. അതുകൊണ്ട് നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ ഏകദേശം മൺചട്ടി മയക്കിയെടുക്കുന്നതിൻ്റെ പകുതി പ്രോസസ്സായി. അതുപോലെ അകവശവും പുറകുവശവും നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ഒന്നും കൂടെ മയക്കിയെടുക്കാം. ചട്ടി നന്നായിട്ട് കഴുകി ആദ്യത്തെ പ്രാവശ്യം നമ്മൾ തയ്യാറാക്കുമ്പോൾ അടുപ്പിൽ വെച്ച് ചൂടാക്കി 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ശകലം സവോളയോ അല്ല ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതോ ചേർക്കുക. ഏതാണോ കിട്ടുന്നത് അതനുസരിച്ച് അരിഞ്ഞ് ചേർക്കുക. ഇത് ഈ ചട്ടിയിൽ വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുക്കുമ്പം ആ എണ്ണ അതിലുള്ളത് ചൂടായി വരുമ്പോൾ ഇതുപോലെ ചട്ടിയുടെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഉള്ളി മൂപ്പിച്ചെടുക്കുക. ഇത് എണ്ണ ഏകദേശം വറ്റി വരുന്നത് വരെ ഈ രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ച് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ ആ ചട്ടിയിലുള്ള കളിമണ്ണിൻ്റെ മണം നമ്മുടെ കറിയിലൊട്ടും വരാത്ത രീതിയിൽ നമുക്കത് മയക്കിയെടുക്കാനായിട്ട് പറ്റും. ചെറിയ തീയിലാണ് സവാള മൂപ്പിച്ചെടുക്കുന്നത്. നന്നായിട്ട് നിറം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അത് നല്ല മുരിഞ്ഞ് ഇപ്പോൾ ചട്ടി നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുമുണ്ട്. ഈ രീതിയിൽ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ആദ്യം മൂപ്പിച്ച ഈ ഉള്ളി നമുക്ക് കളയുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ചട്ടി നന്നായിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കറി വയ്ക്കാനായിട്ട് പാകമായി കിട്ടും. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് മൺപാത്രം നന്നായിട്ട് കഴുകി അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നമ്മൾ ഊറ്റിയെടുക്കുന്ന ചോറിൽ നിന്നും വാർത്തെടുക്കുന്ന കഞ്ഞിവെള്ളം ആ പാത്രത്തിൽ ഫുള്ളായിട്ട് അങ്ങ് നിറച്ചെടുക്കുക. ചൂടോട് വേണം നിറയ്ക്കാനായിട്ട്. എന്നിട്ട് ഒരു ദിവസത്തിന് മാറ്റി വയ്ക്കുക. അടുത്ത ദിവസം ആ മൺചട്ടി കഞ്ഞിവെള്ളത്തോടു കൂടെ തന്നെ അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിള വന്നതിന് ശേഷം ഒരു 1 ഇഞ്ച് വറ്റി വരുന്ന ആ രീതിയിൽ തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പം ആദ്യത്തെ രീതിയിൽ നമ്മൾ എണ്ണ തേക്കുകയാണ് ചെയ്തത്. ഇതിൽ കഞ്ഞിവെള്ളമാണ് നിറച്ച് തിളപ്പിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ചമ്പാരി ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ് നിറച്ചിരിക്കുന്നത്. ഇപ്പോൾ പച്ചരിയാണ് വീട്ടിൽ വാർക്കുന്നതെങ്കിൽ പച്ചരിയുടെ കഞ്ഞിവെള്ളം ഇതിൽ നിറച്ച് ഇതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കുക. ആദ്യം മൺചട്ടിയിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം ചൂടോടെ കൂടെ ഉള്ള കഞ്ഞിവെള്ളം നിറയ്ക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കിട്ടിയതിന് ശേഷം തണുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കറിയോ ഒഴിച്ചുകറിയോ തയ്യാറാക്കാനായിട്ട് മൺചട്ടി പാകമായിട്ട് എടുക്കാം.
ഈ രണ്ട് രീതിയിലും പുതിയ മൺചട്ടി നമുക്ക് പാകപ്പെടുത്തിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.